السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وربك الغفور ذو الرحمة لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. സൂറത്തുൽ കഹ്ഫിലെ 58, 59 രണ്ടായത്തുകളാണ് നമ്മൾ കേട്ടത്. കഴിഞ്ഞ ആയത്തുകളുടെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്ബോധനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ മുൻകൂട്ടി ചെയ്തു വച്ചിട്ടുള്ള പാപക്കറകൾ മായ്ച്ചു കളയാതെ അതിനെക്കുറിച്ച് മറന്നു കളയുകയും ചെയ്യുന്ന ആളുകൾക്ക് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന്. തുടർന്നുകൊണ്ട് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്, സ്വാഭാവികമായും അപ്പോൾ ഒരു സംശയമുണ്ടാകുമല്ലോ, ഇത്രയൊക്കെ റബ്ബിനെ ധിക്കരിച്ചിട്ടും എന്തുകൊണ്ടാണ് ശിക്ഷകൾ വരാത്തത് ഇവർക്കൊക്കെ? ചില മുഫസ്സിറുകൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരാശ്വാസത്തിൻ്റെ വചനം കൂടിയായിരുന്നു എന്നും രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. കാരണം ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആത്മാർത്ഥമായി അവരെ ഇസ്ലാമികമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അതിൽ നിന്നെല്ലാം ധിക്കാര നിമിത്തം മാറി നിൽക്കുന്ന ഈ ജനത എന്തുകൊണ്ടാണ് അവർക്ക് ഇനിയും അള്ളാഹിൻ്റെ ഉഖൂബത്തൊന്നും വരാതെ എന്ന ഒരു തോന്നൽ അവിടത്തേക്ക് ഉണ്ടാവാതിരിക്കാൻ കൂടി തുടർന്നു കൊണ്ടുള്ള വചനത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ. നബിതങ്ങളോട് പറയാണ്, വറബ്ബുക്ക, നിന്റെ രക്ഷിതാവ്, അൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. നമുക്ക് സാധാരണ എപ്പോഴും കേട്ട് പരിചയമുള്ളൊരു ഇസ്മാണ് ഗഫൂർ, അള്ളാഹുവിൻ്റെ നാമമാണ്. റബ്ബുക്കൽ ഗഫൂർ, നിന്റെ രക്ഷിതാവ് അൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ദുർ റഹ്മ, കരുണയുള്ളവനുമാണ്, കാരുണ്യമുള്ളവനുമാണ്. സു എന്ന പ്രയോഗം, ദുർ റഹ്മ എന്ന് പറയുമ്പോൾ കാരുണ്യമുള്ളവൻ. ദുർ റഹ്മത്തി എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവനാണവൻ, അനുഗ്രഹം ചൊരിയുന്ന റഹ്മത്തുടയവനാണവൻ. അതുകൊണ്ട് അവൻ്റെ ആ റഹ്മത്തും അവനേറെ പൊറുക്കുന്നവനുമൊക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഉടനെ ശിക്ഷകൾ വരാത്തത്. ലൗ യുആഖിദുഹും, അവരെ അവൻ പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, ആഖദ യുആഖിദു, പിടിച്ച് ശിക്ഷിച്ചു. ലൗ യുആഖിദുഹും, അവരെ അവൻ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ. എന്ത് കാരണത്താൽ? ബിമാ കസബു, അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ നിമിത്തം. ബിമാ കസബു എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിച്ചത് നിമിത്തം എന്നാണ്. കസബ എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത ളുൽമുകൾ, തിന്മകൾ, അതൊക്കെയാണ് അവരുടെ സമ്പാദ്യം, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെയെങ്ങാനും അള്ളാഹു അവരെ ചെയ്തിട്ടുള്ള തിന്മകൾ, അവരുടെ ചെയ്തികൾ നിമിത്തം ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ, ലഅജ്ജല ലഹും,
അവർക്ക് ധൃതി കൂട്ടി തന്നെ നൽകുമായിരുന്നു. അജ്ജല തിരക്ക് കൂട്ടി, ധൃതി കൂട്ടി എന്നൊക്കെ അർത്ഥം. അജ്ജല നമ്മൾ കേൾക്കുന്നൊരു പദമാണ് അജലത്ത്. അജലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധൃതി. ല അജ്ജല, ല വേറെയാണ്, അജ്ജലയാണ് അവിടുത്തെ ക്രിയ. ല അജ്ജല ലഹും, അവർക്ക് അവൻ ധൃതി കൂട്ടി നൽകുമായിരുന്നു. എന്തിനെ? അല്ലദാബ, ശിക്ഷയെ. പിന്നെന്താ അങ്ങനെ നീട്ടിയിടുന്നത്? എന്തുകൊണ്ടാ? ബൽ ലഹും മൗഇദുൻ, ബൽ എങ്കിലും, ലഹും എന്നാൽ ലഹും അവർക്കുണ്ട്, മൗഇദുൻ, മൗഇദുൻ ഒരു വാഗ്ദത്ത സമയമുണ്ട്. അവർക്കൊരു പ്രത്യേകമായ നിശ്ചയിക്കപ്പെട്ട ഒരു സമയം അവർക്കുണ്ട്. ബൽ ലഹും മൗഇദുൻ, നിശ്ചയിക്കപ്പെട്ട ഒരു സമയം അവർക്കുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല, ലൻ യജിദൂ അവർക്ക് കിട്ടുന്നതേ അല്ല, ലൻ യജിദൂ അവർക്ക് കിട്ടുന്നതേ അല്ല, മിൻ ദൂനിഹി, മിൻ ദൂനിഹി അതിനെയും വിട്ട്, മിൻ ദൂനിഹി അതിനെ വിട്ട് അവർക്ക് കിട്ടുന്നതല്ല, മൗഇലൻ ഒരു രക്ഷാകേന്ദ്രവും, മൗഇലൻ രക്ഷാകേന്ദ്രം, ഒരു രക്ഷാ അവലംബവും അവർക്ക് കിട്ടുകയുമില്ല. ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല. അപ്പൊ ഇവിടെ റഹ്മാനായ റബ്ബിനെ അവൻ തന്നെ വിവരിച്ചു തരികയാണ്. വ റബ്ബുക്ക, നിന്റെ രക്ഷിതാവ് ആരാണ്? അൽ ഗഫൂർ, അവനേറെ പൊറുക്കുന്നവനാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണത്. വ റബ്ബുക്ക, നിന്റെ രക്ഷിതാവ് അൽ ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ കസീറുൽ മഗ്ഫിറ, ധാരാളം പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ അവൻ ദുർ റഹ്മ, അവൻ കാരുണ്യമുള്ളവനുമാണ്. അതായത് അവൻ്റെ ആ കാരുണ്യം കൊണ്ടാണ് യർഹമു ഇബാദഹുൽ മുഅ്മിനീന യൗമൽ ഖിയാമ, പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങളോട് മാത്രം അവൻ്റെ ആ കാരുണ്യം അവൻ പ്രത്യേകം പ്രകടിപ്പിക്കും. വയർഹമുൽ ഖലായിഖ ഫിദ്ദുനിയ, ദുന്യാവിൽ അവൻ അതൊന്നും നോക്കാതെ എല്ലാവരോടും അവൻ എന്ത് ചെയ്യും? കരുണ ചെയ്യും. അത്രയും റഹ്മത്തുള്ളവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ അവൻ്റെ ഈ വിശേഷണം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബിനെക്കുറിച്ച് ഗാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗഫാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗാഫിർ എന്ന് പറയുമ്പോൾ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം. ഗഫൂർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ, ധാരാളം പൊറുക്കുന്നവൻ. ഗഫാർ എന്ന് പറയുമ്പോൾ അത്യധികം പൊറുക്കുന്നവൻ എന്നായി. അതിൻ്റെ സൂപ്പർ പ്രയോഗമാണ് ഗഫാർ. ഇപ്പം ഗാഫിർ, ഗഫൂർ, ഗഫാർ ഓരോ പദത്തിനും അതിൻ്റേതായ പ്രത്യേകമായ അർത്ഥങ്ങൾ ധ്വനിക്കുന്നുണ്ട്. അതുപോലെ അവൻ്റെ കാരുണ്യം, റഹ്മത്തി വസിഅത്ത് കുല്ല ശൈഇൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വിശാലമായി കിടക്കുകയാണ്. റബ്ബി ഇന്നവരോട് കാരുണ്യം ചെയ്യാമെന്നില്ല, ഈ ലോകത്ത് എല്ലാ വസ്തുക്കളെയും അവൻ്റെ റഹ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ റഹ്മത്ത് അവൻ പ്രത്യേകമായി നീക്കി വച്ചിരിക്കുന്നത് ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത്ത എന്നൊക്കെ സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. പരലോകത്ത് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, നിസ്കരിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അളവറ്റ കാരുണ്യത്തെ അവൻ പാർത്തു വച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെ നമ്മൾ 10ഉം 70ഉം 100ഉം ഒക്കെയായി പറയുകയാണെങ്കിൽ ഒരംശം മാത്രമാണ് ഈ ലോകത്തേക്ക് അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്, കാരുണ്യത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്. ബാക്കി 99ഉം എവിടേക്ക് നീക്കി വച്ചിരിക്കുകയാണ്? പരലോകത്തേക്ക് നീക്കി വച്ചിരിക്കുകയാണ്. എന്തിന്?
അവനെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ച മോമിനീങ്ങളോട് അളവറ്റ കാരുണ്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബ് ഏറ്റവും അതാണ്, റഹ്മാനാണവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നൊരർത്ഥമുണ്ട്, ആ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടി. പെട്ടെന്ന് ഒറ്റവാക്കൽ പറയുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് റഹ്മാൻ പരമകാരുണികനും കരുണാനിധിയുമായ എന്നാണ്. അതേ അവസരത്തിൽ കുറച്ചുകൂടി അതിൻ്റെ ആശയം വ്യക്തമാകുന്ന നിലക്കൊരു പറയൽ പതിവുണ്ടായിരുന്നു. റഹ്മാൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വെച്ച് അവന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ. റഹീം എന്ന് പറയുമ്പോൾ പരലോകത്ത് അവന് വഴിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം കാരുണ്യം ചെയ്തു കൊടുക്കുന്നവൻ എന്ന്. അപ്പോൾ റഹ്മാൻ റഹീം റബ്ബിൻ്റെ ഏറ്റവും വലിയ അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവൻ്റെ ഇഷ്ടപ്പെട്ട നാമമാണേത്? റഹ്മാൻ. കാരണം റബ്ബിൻ്റെ റഹ്മത്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ റബ്ബുക്കൽ ഗഫൂറാണ്, ഗഫൂറാണ് അള്ളാഹു. ദുർ റഹ്മ, റഹ്മത്തുള്ളവനാണവൻ, റഹ്മാനാണ് എന്നർത്ഥം, റഹീമാണ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ റബ്ബിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും പഠിക്കും തോറും നമുക്ക് അള്ളാഹിനോട് ഭക്തി കൂടും, മഹബത്ത് കൂടും, വഖാറ് കൂടും. അതുപോലെ തന്നെ നമുക്ക് അനുസരണ ബോധമുണ്ടാകും, പേടിയുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുന്നത് റബ്ബിനെക്കുറിച്ച് അറിയുമ്പോഴാണ്. ഏതൊരു കാര്യത്തെയും വസ്തുവിനെയും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഓരോന്നും എന്ന് അറിയുമ്പോഴാണ് അതിനോടുള്ള ആദരവും ബഹുമാനവും, ഈ പേടിയാണെങ്കിൽ പേടിയൊക്കെ കൂടുക. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമത്തെ പഠിക്കണം എന്ന് പറയാൻ കാരണം. റബ്ബിൻ്റെ നാമങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് പഠിക്കും തോറും നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് പേടി വർദ്ധിക്കും, സ്നേഹമുണ്ടാകും, തഖ്വയുണ്ടാകും. കാരണം അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മെ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ് എന്ന് പറയുന്ന റബ്ബിൻ്റെ ആ ഇസ്മു പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. എന്താ ഇഷ്ടം തോന്നാൻ കാരണം? നമ്മളെ ജീവിതത്തിൽ അത്രക്കും പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നിട്ടുണ്ടാവും. എല്ലാം പൊറുക്കുന്നവനല്ലേ എൻ്റെ റബ്ബ്, ഗഫൂറായ റബ്ബല്ലേ, ഗഫൂറായ റബ്ബല്ലേ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയും യാ അർഹമർ റാഹിമീൻ, കാരുണ്യവാന്മാരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്ന അർഹമായ അള്ളാഹുവേ. റബ്ബിൻ്റെ ആ റഹ്മത്ത്, റഹീം, റഹ്മാൻ, ആ സിഫത്തൊക്കെ നമുക്ക് റബ്ബിനോടുള്ള മഹബത്ത് കൂട്ടുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളോട് ദേഷ്യം പിടിക്കുന്ന ഒരാളോട് എല്ലാവർക്കും വെറുപ്പുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമ്മളോട് ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കും, പക്ഷേ പിന്നെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ ധാരാളമായി ഇടപെടുമ്പോൾ ആ ആളോടൊരു മഹബത്ത് ഇങ്ങനെ നമുക്ക് കൂടും. റബ്ബിനെക്കുറിച്ച് എല്ലാം, റബ്ബിൻ്റെ ഓരോ നാമങ്ങളും അങ്ങനെയാണ്, ഓരോ നാമങ്ങളും. പിന്നെ അവനെ അനുസരണക്കേട് കാണിക്കാൻ നമുക്ക് തോന്നില്ല. എല്ലാം കേൾക്കും. എൻ്റെ റബ്ബ് സമീഅാണ്, എൻ്റെ റബ്ബ് ബസീർ, എല്ലാം കാണും. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അള്ളാഹ് കേൾക്കുന്നുണ്ടല്ലോ, അള്ളാഹ് അറിയുന്നുണ്ടല്ലോ, അള്ളാഹ് എന്നെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഇനി പോയി നിൽക്കുക? ഇനിയും ഞാൻ അള്ളാഹിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? എൻ്റെ റബ്ബിനോട് ഞാൻ ഇപ്പോൾ നിസ്കാരത്തിലല്ലേ പറഞ്ഞത്, അള്ളാഹ് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മരണമൊക്കെ നിൻ്റെ തൃപ്തിയിലേ ചെയ്യുള്ളൂ എന്നിപ്പോൾ ഞാൻ 5 നേരം പറയുന്നില്ലേ? എന്നിട്ട് ഞാൻ പിന്നെ എന്താണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് പിന്നെ ഇങ്ങനെ അതിനെതിരെ ചെയ്യുന്നത് മോശമല്ലേ? അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്നത് കടും പാതകമല്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം. അതേ അവസരത്തിൽ എൻ്റെ റബ്ബ് അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ റബ്ബ് പൊറുക്കുമല്ലോ. സംഭവിച്ചു പോയതിൻ്റെ പേരിൽ ഇനി ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നിലേക്ക് മടങ്ങിക്കോളൂ, ഞാൻ തൗബ സ്വീകരിക്കുന്നവനാണ്, തവ്വാബാണ്, റഹീമാണ്, ഗാഫിറാണ്, ഗഫാറാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. വദൂദാണ്, ഏറ്റവും സ്നേഹമുള്ളവനാണ്, റഊഫാണ്, നിങ്ങളോട് വലിയ വാത്സല്യമുള്ളവനാണ് എന്നൊക്കെയല്ലേ എൻ്റെ റബ്ബ് പറയുന്നുള്ളൂ. എന്തൊരു സ്നേഹമാണ് എൻ്റെ റബ്ബിന് എന്നോട്, എന്തൊരു ഇഷ്ടമാണ് എൻ്റെ റബ്ബിന് എന്നോട്. അപ്പോൾ നമുക്ക് അള്ളാഹിനോട് ഇങ്ങനെ ഇഷ്ടം കൂടും. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ വിളി കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സുബഹിക്ക് എഴുന്നേൽക്കാൻ എൻ്റെ റബ്ബാനെയാണ് വിളിക്കുന്നത്. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങൂല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വളരെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. എൻ്റെ റബ്ബാണ് വിളിക്കുന്നത്. ഹയ്യാലൽ സ്വലാ, നിസ്കാരത്തിന് വരൂ. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറങ്ങല്ലേ, ഉറക്കിനേക്കാൾ ഉത്തമമായ കാര്യമാണ് നിസ്കാരം, വരീൻ, വേഗം വരീൻ, നിങ്ങൾക്ക് വിജയിക്കാൻ നല്ലത് അതാണ്, ഇങ്ങോട്ട് വരീൻ എന്ന വിളിയാളം കേൾക്കുമ്പോൾ എൻ്റെ റബ്ബാണ് വിളിക്കുന്നത്. എന്നെയേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന റബ്ബ്. ഇങ്ങനെ ഓരോ ഇബാദത്തുകൾ ആ റബ്ബിനെ ധിക്കരിച്ചുകൂടാ. ഇങ്ങനെ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ റബ്ബുക്കൽ ഗഫൂറു, നിന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്, ദുർ റഹ്മ, ഏറെ അവൻ കാരുണ്യമുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ് എന്ന് പറയാം. എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശാലമായ അവൻ്റെ ആ കാരുണ്യ നിമിത്തം അവൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഓരോ തെറ്റുകൾ ലോകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് അപ്പോഴേക്കപ്പോഴ അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കായിരുന്നുവെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുക? അള്ളാഹ് പറയാണ് ലൗ യുആഖിദുഹും
അവരെ പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, ബിമാ കസബൂ അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ നിമിത്തം, അവർ സമ്പാദിച്ചുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചുണ്ടാക്കിയ തിന്മകൾ നിമിത്തം അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ലഅജ്ജല ലഹും അവർക്ക് തിരക്ക് കൂട്ടി തന്നെ കൊടുക്കുമായിരുന്നു അല്ലദാബ ശിക്ഷ. ബൽ ലഹും മൗഇദുൻ പിന്നെ എന്താണ് ഇപ്പോൾ നടപ്പിലാക്കാത്തത്? ബൽ പക്ഷേ ലഹും അവർക്കുണ്ട് മൗഇദുൻ ഒരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയം വരെ അങ്ങനെ അഴിച്ചുവിടും. അല്ലാതെ അള്ളതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. ആ സമയം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ലൈ യജിദൂ മിൻ ദൂനിഹി അതിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയില്ല മൗഇലൻ ഒരു രക്ഷാ അവലംബവും, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരവലംബവും അവർക്ക് അതിൽ നിന്ന് കണ്ടെത്തുവാൻ പിന്നെ അവർക്ക് സാധിക്കൂല. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പല സ്ഥലത്തും ഈ ആശയം അള്ളാഹു പറയുന്നുണ്ട്. റബ്ബാരെയും പെട്ടെന്ന് പിടിച്ചാണ് ശിക്ഷിക്കുന്നില്ല. അവൻ്റെ വാത്സല്യവും അവൻ്റേതായ അവൻ മഗ്ഫിറത്ത് നൽകുന്നവനാണ്, അവൻ റഹ്മത്തുള്ളവനാണ് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ റഹ്മാനായ റബ്ബ് എപ്പോഴും എന്ത് ചെയ്യാണ്? മനുഷ്യന്മാരെ ഇവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ലൗ യുആഖിദുൻ നാസ ബിമാ കസബു മിനദ്ദുനൂബി. ഉടനെ പറയല്ലേ കസബു എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ സമ്പാദിച്ചതല്ല. എന്തൊക്കെ അവർ സമ്പാദിച്ചത് കാരണത്താൽ അവർ ചെയ്തുണ്ടാക്കിയ എന്തൊക്കെ കൽ കുഫിരി അവരുടെ കുഫിർ, അള്ളാഹുവിനോടുള്ള സത്യനിഷേധം, വൽ മആസി മറ്റു തിന്മകള്, ലഅജ്ജല ലഹുമുൽ അദാബ് ലഅജ്ജല ലഹുമുൽ അദാബ് അവർക്ക് ശിക്ഷ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുമായിരുന്നു. ലിശനാഅതി മാ യർതകിബൂനഹു അവർ ചെയ്തിട്ടുള്ള ആ ചെയ്തികളുടെ കടുപ്പം നിമിത്തം അത്ര വഷളായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലാകിന്നഹു ഹലീമുൻ അല്ലാഹു വളരെ സഹനമുള്ളവനാണ്. ലാ യുഅജ്ജിലു ബിൽ ഉഖൂബതി അവൻ ശിക്ഷ കൊണ്ട് ധൃതി കൂട്ടുന്നില്ല. എന്നാൽ ആരും തെറ്റിദ്ധരിക്കരുതെന്ത്, അതൊന്നും അറിയാഞ്ഞിട്ടല്ല. ഈ പദം ശ്രദ്ധിക്കുക. ഫഹുവ യുംഹിലു വലാ യുഹ്മിലു, ഫഹുവ യുംഹിലു വലാ യുഹ്മിലു. എന്താ യുംഹിലു എന്ന് പറഞ്ഞാൽ അവൻ സമയം നീട്ടിട്ട് കൊടുക്കുകയാണ്. അംഹല എന്ന് പറഞ്ഞാൽ എന്താ? അംഹല യുംഹിലു അവന് സമയം നീട്ടിട്ട് കൊടുക്കുകയാണ്. അള്ളാഹു സമയം ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കും. വലാ യുഹ്മിലു അവൻ എന്തല്ല അശ്രദ്ധമാക്കിയതല്ല. അതൊന്നും കാണാഞ്ഞിട്ടും അറിയാഞ്ഞിട്ടും ഒന്നല്ല. ലോകത്ത് ഈ ധിക്കാരികളെയും തിന്മകൾ ചെയ്യുന്ന ആളുകളെയൊന്നും അള്ളാഹുവിടെ ലോകത്ത് എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നിട്ടും ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ലോകത്ത് തെമ്മാടിത്തവും കുഫറും ശിർക്കും എല്ലാ ധിക്കാരവും പ്രവർത്തിക്കുന്നവരെയും ഇവരെങ്ങനെ നീട്ടിയിടുകയാണ്, അവസരം ഇങ്ങനെ കൊടുക്കുകയാണ്. പോകുന്നിടത്തോളം എത്രത്തോളം പോകും അവരെങ്ങനെ പോകട്ടെ, അതറിയാഞ്ഞിട്ടല്ല. അതാണ് യുംഹിലു വലാ യുഹ്മിലു എന്ന് പറയുന്നത്. ഇത് സൂറത്തുൻ നഹലിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു പറയാണ് വലൗ യുആഖിദുല്ലാഹു الناس ബിളുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. അവിടെ പറഞ്ഞ ആശയം നോക്കൂ. വലൗ യുആഖിദുല്ലാഹു الناس അല്ലാഹു ജനങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ, അള്ളാഹു ജനങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ. ഏത് കാരണം? ബിളുൽമിഹിം. കണ്ടോ അവിടെ പറഞ്ഞ വേർഡ് എന്താണ്? ബിളുൽമിഹിം. അവിടെ ബിമാ കസബു എന്ന് പറയില്ലേ, ഇവിടെ ബിളുൽമിഹിം. അവർ ചെയ്യുന്ന ലുൽമ് കാരണത്താൽ അള്ളാഹു ജനങ്ങളെ അപ്പപ്പാട് ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ ഈ ഭൂമിപ്പുറത്തവൻ ബാക്കിയാക്കുമായിരുന്നില്ല മിൻ ദാബ്ബത്തിൻ്റെ ഒരു ജന്തുവിനെയും. ഇവിടെ ഒരു ജന്തുവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഉടനെ അങ്ങോട്ട് തുടച്ചു നീക്കുകയാണെങ്കിൽ പിന്നെ എന്താ അല്ലാഹു തആല ചെയ്യുന്നത്? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ ഒരു നിർണയിക്കപ്പെട്ട അവധിയിലേക്ക് അവരെ അവൻ പിന്തിച്ചിടുകയാണ്.
അള്ള പിന്തിച്ചിടുകയാണ്, സമയം ഇങ്ങനെ നീട്ടിട്ട് കൊടുക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ സമയം എത്തിയാലോ ഇവിടെ പറഞ്ഞില്ലേ, സുമ്മലായ യജിദൂ ദൂനിഹി മൗഇല എന്ന് പറഞ്ഞില്ലേ. പിന്നെ അതിന്ന് കൊതറയാൻ രക്ഷപ്പെടാനോ ഒരു അവലംബമൊന്നും അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. നോക്കൂ, ഫഇദാ ജാഅ അജലുഹും, അവർക്ക് നിശ്ചയിക്കപ്പെട്ട അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നാഴിക നേരത്തേക്ക്, ഒരു അല്പനേരത്തേക്ക് പോലും മുന്തിക്കുകയുമില്ല, പിന്തിക്കുകയുമില്ല. ഇപ്പൊ സമയം വന്നാൽ പിന്നെ ഉടനാണ് നടക്കും. പിന്നെ ഇപ്പം ഇങ്ങനെ ശിക്ഷ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആരും നെകളിപ്പൊന്നും വേണ്ട. അതൊന്നും അള്ള അറിയാത്തതുകൊണ്ടായിരിക്കും, മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. അള്ളൊക്കെ അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്ന്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും ഇതേ ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്ത് ഫാത്തിറിന്റെ അവസാന ഭാഗത്ത് 45-ാമത്തെ ആയത്ത്. വലൗ യുആഖിദുല്ലാഹു الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. സൂറത്ത് ഗാഫിർ അവസാനത്തെ ആയത്ത് 45-ാമത്തെ ആയത്ത് ഇതന്നെ കാര്യം പറയുന്നത്. വലൗ യുആഖിദുല്ലാഹു നാസ, അള്ളാഹു ജനങ്ങളെ പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ബിമാ കസബു, ഇവിടെ പറഞ്ഞ അതേ അവിടെ വന്നു, ബിമാ കസബു, അവർ ചെയ്തു കൂട്ടിയ അവരുടെ തിന്മകളാകുന്ന സമ്പാദ്യങ്ങൾ കാരണത്താൽ അള്ളാഹു ജനങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ മാ തറക അലാ ലഹിരിഹാ മിൻ ദാബത്തിൻ, ഭൂമിപ്പുറത്ത് ഒരു ജന്തുവിനെയും അവൻ വിട്ടേച്ചു പോകുമായിരുന്നില്ല, മുച്ചൂടും നശിപ്പിക്കുമായിരുന്നു. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പിന്നെന്താണ്, അള്ളാഹു നിർണയിക്കപ്പെട്ട ഒരു അവധി വരെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ സമയം തരികയാണ്, അങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഫൈദാ ജാഅ അജലുഹും, അവരുടെ അവധി കണ്ട് എത്തിക്കഴിഞ്ഞാലോ ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, തീർച്ചയായും റബ്ബ് അവൻ്റെ അടിമകളെ സംബന്ധിച്ച് കണ്ടറിയുന്നവനാണ്. നടപടിയെടുക്കേണ്ട വിധത്തിൽ അവൻ കൃത്യമായിട്ട് അവൻ ചെയ്യും, അതിൽ യാതൊരു രൂപത്തിലുള്ള അലംഭാവവും ഉണ്ടാവുകയില്ല. ഈ വചനങ്ങളൊക്കെ നമ്മെ പേടിപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ലുൽമുകൾക്ക് അടിക്കടി ചിലപ്പോൾ ശിക്ഷകൾ കിട്ടാം, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും അള്ളാഹ് അറിഞ്ഞിട്ടില്ല എന്നാരും വിചാരിക്കരുത്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ലുൽമുകൾ ചെയ്യുന്ന ആളുകൾ വിചാരിക്കും എൻ്റെ ലുൽമു കൊണ്ട് ഒന്നും എനിക്ക് കമ്മി വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് സമാധാനമടയേണ്ടതില്ല. നമ്മൾ പ്രഭാതത്തിൽ നമ്മൾ സുബഹിക്ക് മുമ്പേ നമ്മൾ ഉണരുമ്പോൾ നമ്മൾ സൂറത്ത് ആലെ ഇമ്രാനിൻ്റെ അവസാനത്തെ 190-ാമത്തെ ആയത്ത് മുതൽ 200-ാമത്തെ ആയത്ത് വരെ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. എല്ലാ ആളുകളും അത് ചെയ്യാറുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ആളുകൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന ഉടനെ അവിടെ തന്നെ ഇരുന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഉറക്കച്ചടവൊക്കെ ഇങ്ങനെ കണ്ണിന്ന് കണ്ണൊക്കെ ഒന്ന് തിരുമ്മൂല, നമ്മൾ ഒന്ന് തിരുമ്മൂല അതൊക്കെ എണ്ണൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്ന് തുടങ്ങിയിട്ട് യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെയുള്ള 11 ആയത്ത് സൂറത്ത് ആലെ ഇമ്രാനിൻ്റെ അവസാന ഭാഗത്തുള്ള 11 ആയത്ത്. അപ്പോൾ അത് സ്ക്രീൻഷോട്ടാണ് എടുത്തു വെച്ച് അലാറം വെക്കുന്നതിൻ്റെ കൂടെ അടുത്ത് വെച്ചാൽ മതി. എഴുന്നേൽക്കുക, ആദ്യത്തിലേക്ക് നോക്കുക. ഇനി അതല്ലെങ്കിൽ മനപ്പാടമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്, മനപ്പാടം തന്നെ ചൊല്ലുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തിനാ, അതിലൊരായത്തുണ്ട് ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്. അല്ലേ, എന്താ അവിടെ പറയുന്നത്? ലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, അവിശ്വാസികളായ തെമ്മാടികളായ ആളുകൾ രാജ്യമൊട്ടാകെ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് എന്താ അവരുടെ സുഖങ്ങൾ, എന്താണ് അവരുടെ സൗകര്യങ്ങൾ, എത്രയാണ് അവരുടെ സംവിധാനങ്ങൾ, എത്രയാണ് അവർ ഭൂമിയിലൂടെ ആഗോളാടിസ്ഥാനത്തിൽ അവർ തേരോട്ടം നടത്തുന്നു. ഇങ്ങനെയൊക്കെ തെമ്മാടിത്തം വേൾഡ് അടിസ്ഥാനത്തിൽ ചെയ്തിട്ടും എന്തേ അവരിങ്ങനെ പിന്നെയും ഇങ്ങനെ പുരോഗതിയിലേക്കല്ലേ? അത് കണ്ട് നീ വഞ്ചിതനാവരുത്. അല്ലാഹു പറയുന്നു, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. കണ്ടോ എന്താ ഇതിനർത്ഥം? മതാഉൻ ഖലീൽ, കുറഞ്ഞ കാലത്തേക്കുള്ള സുഖമാണ് അതൊക്കെയാണ്.
അതൊക്കെ കുറഞ്ഞ കാലത്തേക്കുള്ള സുഖമാണ്. എത്ര കാലാപ്പം മനുഷ്യൻ സുഖിക്കുക, എത്ര കാലാപ്പം ഈ സുഖങ്ങളൊക്കെ നീണ്ടു നിൽക്കുക. മനുഷ്യൻ്റെ ഒരു പുരുഷായുസ്സല്ലേ, അതിനിപ്പോൾ എത്ര കാലമുള്ളത്? മതാഉൻ ഖലീൽ, വളരെ ചുരുങ്ങിയത്. പിന്നെ അവർക്ക് ജഹന്നമാണ് അവർക്ക് ചെന്ന് ചേരാനുള്ള സ്ഥലം. എത്ര ചീത്തയായ ചെന്ന് ചേരാനുള്ള സങ്കേതമാണത് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പം അത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മളത് പഠിപ്പിക്കുകയാണ്. രാവിലെ നമ്മളത് ഓർക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചൊല്ലുന്ന ആയത്തുകളാവട്ടെ, ദിക്റുകളായിക്കൊണ്ട് നമ്മൾ ഉരുവിടുന്ന ആയത്തുകളാവട്ടെ, മറ്റു ദിക്റുകളാവട്ടെ, ദുആകളാവട്ടെ, മനസ്സറിഞ്ഞ് ചൊല്ലണമെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിക്കണം. അപ്പോൾ അർത്ഥം പഠിച്ച് ചൊല്ലുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിലേക്ക് ആ സമയത്ത്, അല്ലെങ്കിൽ യാന്ത്രികമായൊരു പറയലായി മാറും. അത് നമുക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യൂല. എഫക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുടക്കത്തിലൊക്കെ നമ്മൾ നരകത്തിയിൽ എന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഈ ഒരു ആയത്ത് അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഞാനത് പ്രത്യേകം എടുത്ത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ എവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുന്നുണ്ട്, ഈ തിന്മകൾ ചെയ്യുന്ന ആളുകൾ നല്ലോണം ഭയപ്പെടണം എന്നാണ്. സൂറത്തുൻ നഹലിൽ തന്നെ ഇനിയും വളരെ ഗൗരവത്തോടു കൂടി അല്ലാഹു തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിക്കേണ്ടുന്ന വചനങ്ങളാണ്. ഇതേ സൂറത്തുൻ നഹലിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ച ആയത്ത് പറയുന്നതിൻ്റെയൊക്കെ മുമ്പായിട്ട് അതിൻ്റെ മുകളിലുള്ള ആയത്തുകളിലായിട്ട് റബ്ബ് പറയുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. 45, 46, 47 നമ്മൾ നോട്ട് ചെയ്യണം. സൂറത്തുൻ നഹലിൻ്റെ നിങ്ങൾ പരിഭാഷയൊക്കെ നോക്കി അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. നമ്മുടെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ചോദിക്കാണ്, അഫ അമിനല്ലദീന മകറുസ്സയ്യിആതി അൻ യഖ്സിഫല്ലാഹു ബിഹിമുൽ അർദ ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ ഔ യഅഖുദഹും ഫീ തഖല്ലുബിഹിം فما هم بمعجزين أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. എന്താ അള്ളാഹിന്റെ ചോദ്യം എന്നറിയോ? അഫ അമിനല്ലദീന മകറുസ്സയ്യിആതി, തിന്മകളങ്ങനെ ചെയ്തു കൂട്ടി, കുതന്ത്രങ്ങളും ചതികളും അങ്ങനെ അതേപോലെയുള്ള മക്റുകളങ്ങനെ ചെയ്തു കൂട്ടിയിട്ട് തിന്മകളിലൂടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവര് നിർഭയരായിരിക്കുകയാണോ? തിന്മകൾ ചെയ്തു കൂട്ടുന്നവര് പേടിയില്ലാതിരിക്കണോ? എന്തിനെക്കുറിച്ച് പേടിയില്ലാതിരിക്കണോ? അയ്യഖ്സിഫല്ലാഹു ബിഹിമുൽ അർള, ഭൂമി അവരെയും കൊണ്ടങ്ങ് താഴ്ത്തിക്കളയുന്നതില്ലെന്നവര് നിർഭയരാണോ? ഭൂമി ഓരോട് വിഴുങ്ങൂലാൻ എന്താ അവർക്ക് ഇത്ര ധൈര്യം? ഭൂമി കുലുക്കും, ഭൂമി വളർന്നിട്ട് ഭൂമിയിലേക്കല്ലേ ആളുകളായിട്ട് ആവാഹിക്കുന്നത്. പെട്ടെന്ന് ഗർത്തങ്ങളാൻ രൂപപ്പെടുകയാണ്, അതിലേക്കാണ് പോകുന്നത്. ഒരു ഗ്രാമം ഒന്നാകെയാണ് ഭൂമിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അഗാധമായ ഗർത്തങ്ങളാണ്, വലിയ വലിയ ഗർത്തങ്ങളാണ്ട് രൂപാന്തരപ്പെടുന്നു. ഒരു നാടൊട്ടാകെ അവിടുത്തെ ബിൽഡിങ്ങും മൊത്തം ഭൂമിൻ്റെ ഉള്ളിലേക്കാണ് പോവാണ്. അല്ല, ഭൂമി കുലുങ്ങുമ്പോൾ അതല്ലേ സംഭവിക്കുന്നു, ഉള്ളിലേക്കും ഇതൊക്കെ കുറേ പോവല്ലേ, മേലേക്ക് പോകല്ലല്ലോ കാണുന്നത്. എവിടേക്കതൊക്കെ പോകുന്നു? എവിടെ വലിയ ബിൽഡിങ്ങൾ ഉള്ളിലേക്കാണ് പോയി. ഭൂമി വിഴുങ്ങി. ഭൂമി അവരെയും കൊണ്ട് അവരെ അങ്ങ് താഴ്ത്തിക്കളയുന്നതില്ലെന്ന് അവര് നിർഭയരാണോ? രണ്ടാമത്തെ ചോദ്യം, ഔ യഅതിയഹുമുൽ അദാബു, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വരുന്നതിൽ നിന്നും അവർ പേടിയില്ലാതിരിക്കുകയാണോ? മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർക്കറിയാത്ത വിധത്തിൽ. നീ ഇതൊന്നും അല്ലാതെയും വരും ശിക്ഷ. വെറും ഭൂമി കുലുക്കോ ഭൂമി വളരലൊന്നുമല്ലല്ലോ, അവരറിയാത്ത നിലക്കുള്ള ശിക്ഷകളാണ് വരും. എന്താന്ന് പറയാൻ കഴിയൂല. അത് ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങളായിരിക്കും, ചിലപ്പോൾ എന്ത് അദാബുകൾ ഏതൊക്കെ വിധത്തിൽ വരിക നമുക്ക് പറയാൻ കഴിയില്ല. എങ്ങനെയൊക്കെ അദാബ് വരിക എന്ന് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തർക്കും പലതായിരിക്കും. എങ്ങനെ വരിക നമുക്കറിയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അള്ളാഹിനോട് നമ്മളെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ പറയുന്നത്, അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. ഇത്ര പവൻ മാറ്റി പ്രാർത്ഥന. അള്ളാഹിന്റെ റസൂൽ ഒരൊറ്റ
സബാഹിലും ഒരൊറ്റ മസായിലും ഇത് പറയാതെ പോയിട്ടില്ല എന്നാണ്. ഒരൊറ്റ ദിവസം ഇത് പറയാതിരുന്നിട്ടില്ല. ആ ഹദീസ്, ആ ദുആ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആമുഖം അങ്ങനെ സഹാബിമാർ പറയുന്നു. ലം യദഅ റസൂലുള്ളാഹി എന്നാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ ഇത് ഉപേക്ഷ വരുത്തിയിട്ടേയില്ല. ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആലോചിക്കുക, നമ്മൾ എത്ര ദിവസം പറയാറുണ്ട്? നമ്മൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന മുത്ത മുസ്തഫ ഒരു ദിവസം അത് പറയാതെ പോയിട്ടില്ല. നമ്മൾ എത്ര ദിവസം പറഞ്ഞു എന്ന് നോക്കുക, എത്ര പേർക്ക് നമുക്ക് അറിയാമെന്ന് നോക്കുക. ഇതൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? എല്ലാം റബ്ബിനെ ഏൽപ്പിക്കല്ലേ. റബ്ബേ, എൻ്റെ മുന്നിൽ നിന്ന് വരുന്ന ആപത്തുകൾ തടുക്കണം, മുന്നിൽ നിന്ന് നീ എനിക്ക് പ്രൊട്ടക്ഷൻ തരണം, പിന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരണം, എന്നെ വലതുവശത്തുകൂടെ പ്രൊട്ടക്റ്റ് തരണം, എൻ്റെ ഇടതുവശത്തിലൂടെ പ്രൊട്ടക്റ്റ് തരണം, മുകളിൽ നിന്ന് നീ പ്രൊട്ടക്ഷൻ തരണം, താഴെ നിന്ന് വരുന്ന ആപത്തുകളിൽ നിന്നും നീ കാവല് തരണം. ആറാലൊരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ശിക്ഷയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുക. ആ മുകളിൽ നിന്ന് എന്നുള്ളിടത്തൊക്കെ ശാരീരികങ്ങൾ അത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് മഹാമാരികൾ, രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങളൊക്കെ വർഷത്തിൽ ഇറങ്ങുന്ന വലിയ മഹാമാരികളുണ്ട്. അത് എപ്പോഴാണെന്നറിയില്ല എന്നാണ്. ഒരു കൊല്ലത്തിൽ ഇറങ്ങുന്ന മഹാമാരികളുണ്ട് എന്നാണ്. വലിയ രോഗങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒരു വർഷത്തിലൊരു ദിവസം. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് കുടിക്കുന്ന പാത്രവും വെള്ളമൊക്കെ ഉള്ളതും ഭക്ഷണം ഉള്ളതും അല്ലാത്തതും മലർത്തി വെക്കരുത് എന്ന് പറയുന്നത്. മൂടി വെക്കണം, അല്ലെങ്കിൽ കമഴ്ത്തി വെക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഏതൊക്കെ വിധത്തിലാ അറ്റാക്ക് വരിക എന്ന് പറയാൻ കഴിയൂല. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്. നമ്മളെത്ര ശ്രദ്ധിച്ചോടിച്ചാലും മുന്നിൽ നിന്ന് വരാം, പിന്നിൽ നിന്ന് സംഭവിക്കാം, വലതു ഭാഗത്തു കൂടെ പാഞ്ഞു വരാം, ഇടതു ഭാഗത്തു കൂടെ പാഞ്ഞു വരാം, എന്തു സംഭവിക്കാം. അതൊക്കെ പ്രഭാതത്തിലാണ് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്ത് നോക്കി. റബ്ബിന്റെ പ്രത്യേകമായ കാവലല്ലേ. അപ്പൊ അദാബുകൾ ഏതൊക്കെ വിധത്തിൽ പരീക്ഷണങ്ങളായിട്ടുണ്ടാകും, അദാബായിട്ടും വരും, ഒക്കെ സംഭവിക്കും. എല്ലാം അദാബാവൂല. ഔ യഅതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. കിട്ടിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്ത് പൊടുന്നനെയാണ് പോവുക. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, പെട്ടെന്ന് എന്തോ ഒരു അസുഖമുണ്ട്, അത് അയാൾ അറിഞ്ഞു, ബോഡി വീക്കായി, ആരോഗ്യം പോയി. ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കണമല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കും. നല്ല സാമ്പത്തികമായ ശേഷിയിലായിരുന്നു, പെട്ടെന്ന് പറയും. എന്തും സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ദുആ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താണ്. പഠിക്കാത്തവരൊക്കെ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. നിഅമത്ത് നീങ്ങിപ്പോവുക. വതഹവ്വുലി ആഫിയതിക, നീ എനിക്ക് തന്ന സൗഖ്യം മാറി മറിയുന്നതിൽ നിന്ന്, ആരോഗ്യം പോവുക, ആഫിയത്ത് സുഖം പോവുക, മനസ്സിന്റെ സുഖം, ശരീരത്തിന്റെ സുഖമൊക്കെ നശിക്കുക. വഫുജാഅതി നിഖ്മതിക, പെട്ടെന്നുള്ളതിന്റെ ശിക്ഷകൾ വരിക, ഉണ്ടാവരുത് റബ്ബേ. വജമീഇ സഖതിക, കോപത്തിന്റെ ഏതെല്ലാം വിധത്തിൽ എന്തൊക്കെ കോപിച്ചുകൊണ്ട് നീ എന്നോട് ചെയ്യുന്നുവോ അതൊന്നും എനിക്ക് സംഭവിക്കല്ലേ, നീ എന്നോട് കോപിക്കല്ലേ. ഇതൊക്കെ എല്ലാ ദിവസവും പറയണം, എല്ലാ ദിവസവും പറയണം. വല്ലാത്ത ദുആകളാണ് അതൊക്കെ. കാരണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകളൊക്കെ ഏത് സെക്കൻഡിലും പോകാം. സമ്പത്ത്, സൗന്ദര്യം, സംവിധാനങ്ങൾ, അധികാരം, സ്വാധീനം, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പൊടുന്നനെ പോകാം. എത്രയും പെട്ടെന്ന് പോകും, അതൊക്കെ പോകാം. അതിനൊന്നും അധികം സമയം വേണ്ട. അതുകൊണ്ട് റബ്ബേ, നിഅമത്ത് നീങ്ങിപ്പോകരുതേ, ആഫിയത്ത് നഷ്ടപ്പെടുത്തരുതേ, പെട്ടെന്ന് എന്തെങ്കിലും ശിക്ഷ വരരുതേ, എന്നോട് കോപിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും സംഭവിക്കരുതേ എന്നൊക്കെ നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. റബ്ബിനോടല്ലാതെ ആരോട് പറയാൻ? ആരാ നമുക്കങ്ങനെ പ്രൊട്ടക്ഷൻ തരാൻ കഴിവുള്ളവരുള്ളത്? റഹ്മാനായ റബ്ബല്ലാതെ വേറെ ആരാ ഉള്ളത്? അപ്പം അതുകൊണ്ട് അതൊക്കെ ഇവിടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം. വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്,
ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാ ഹും ബിമുഅ്ജിസീൻ. മൂന്നാമത്തെ ചോദ്യം, അല്ലെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കുന്നു അവൻ എപ്പോൾ? ഫീ തഖല്ലുബിഹിം, അവരുടെ സഞ്ചാരത്തിൻ്റെ ഇടക്ക്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സഫറിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ശിക്ഷ വരാം. നമ്മൾ ഒരിക്കലും യാത്ര പോകുമ്പോൾ ശിക്ഷ വരാം. ഫി അസ്ഫാരിഹിം എന്ന് തഫ്സീർ കൊടുത്തത് കാണാൻ സാധിക്കും. ഫി തഖല്ലുബിഹിം എന്ന് പറഞ്ഞെടുത്ത് അവരുടെ സഞ്ചാരവേളയിൽ എവിടേക്കോ യാത്ര പോകണം, യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കാം, അങ്ങനെ പിടിച്ച് ശിക്ഷിക്കാം. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അവിടെ തഖല്ലബ് എന്ന് പറഞ്ഞാൽ വിരിപ്പിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ ശിക്ഷ വരാം. ഒന്നുമില്ല, അവൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ സുഖമായിട്ട് കിടന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കണേ ഉള്ളൂ, അതിലിടക്ക് ശിക്ഷ വരാം. ഖമാഹും ബിമുഅ്ജിസീൻ, അപ്പൊ ഒക്കെ ശിക്ഷ വന്നാലും അനങ്ങാൻ നിന്നെ കൊണ്ട് പറ്റൂല. ഒരിക്കലും അള്ളാഹ് കൊണ്ടുവരുന്നൊരു കാര്യത്തെ എതിർത്ത് തോൽപ്പിക്കാനൊന്നും അവർക്ക് കഴിയൂല. ഇനിയും ചോദ്യമാണ്, ഔ യഖുദഹും അലാ തഖൗഫിൻ, നീ അതല്ല നല്ല പേടിച്ചിട്ടിരുന്നോണ്ട് ശിക്ഷ വരാതിരിക്കോ? അല്ല, പേടിയിൽ ഇങ്ങനെ ഇരിക്കുക ഞങ്ങള്, അപ്പൊ ശിക്ഷ വന്നൂടായി കണ്ടോ? അപ്പോഴും വരാം. എന്നതൊന്നും അധികവും അള്ളാഹ് അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. എന്താണെന്നറിയോ? ഫഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലറഊഫുർ റഹീം, അവൻ ഏറെ വാത്സല്യമുള്ളവനാണ്. അവൻ റഊഫാണ്. റഊഫ്, അള്ളാഹിന്റെ പേര് അസ്മാവ് പഠിക്കുമ്പോൾ എന്തൊരു ഇഷ്ടമാണ് നമുക്ക് അള്ളാഹിനോട്. അള്ളാഹ് ഏറെ നമ്മളോട് വാത്സല്യാണ്. നമ്മൾ കുഞ്ഞു മക്കളോട് മുതിർന്നവർ കാണിക്കുന്ന അതാ റഅഫത്ത്, വാത്സല്യം. നമ്മളെ കുഞ്ഞു മക്കളെ എടുത്ത് ഓമനിക്കുന്നു, ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവരുമായി കളിക്കുന്നു, വാത്സല്യം കാണിക്കുന്നു നമ്മൾ. റഹ്മാനായ റബ്ബൻ അവൻ്റെ അടിമകളോട് ഏറെ വാത്സല്യമാണ്. റഊഫ്, അവൻ ഏറെ വാത്സല്യമുള്ളവനാണ്. റഹീം, ഏറെ കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് അതൊന്നും നടക്കാത്തത്. അല്ലാതെ അള്ളാഹ് നമ്മളാരും ചെയ്യണമെന്നും കാണാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടൊന്നും അല്ല എന്ന് ഗൗരവത്തോടെ സൂറത്തു നഹ്ൽ 45, 46, 47. എന്നിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച അതേ സൂറത്തിലെ 61-ാമത്തെ ആയത്തിലും പറഞ്ഞതെന്ത്? ഭൂമി പുറത്തൊരൊറ്റൊന്ന് ബാക്കിയാവില്ല. അവിടെ മുഫസ്സിരീങ്ങൾ വേറൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മാ തറക്കാല ലഹരിഹാമിൻ ദാബത്ത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? കാരണം ഇവിടെ ളുൽമ് ചെയ്യുന്ന തെമ്മാടികളെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അപ്പൊ ആ നാട്ടിൽ മുഅ്മിനീങ്ങളും ഉണ്ടാവില്ലേ? അപ്പൊ ഈ ളുൽമ് ചെയ്തവരുടെ പാപഭാരം എന്തിനാണ് ഈ മുഅ്മിനീങ്ങൾ വഹിക്കുന്നത്? ഒരു നാട്ടിനെ ശിക്ഷിക്കുമ്പോൾ എല്ലാവരും പെടും. തെറ്റിയതോരെ മാത്രമല്ല ശിക്ഷിക്കുക, ഒരു നാടിനെ ഒന്നാകെ ശിക്ഷിക്കുന്ന നേരത്ത് ഇപ്പം അവിടെ ഓരോരുത്തരും ഇങ്ങനെ ഔട്ടാക്കൂല, പെടുമ്പോൾ എല്ലാവരും പെടും. പിന്നെ എന്താണ്? സുമ്മ യുബഅസൂന അലാ നിയ്യാതിഹിം, ഓരോരുത്തരുടെ നിയ്യത്തിനനുസരിച്ച് പരലോകത്ത് അതിൻ്റെ പ്രത്യേകം വേറുണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് ഇവിടെ അങ്ങനെ ശിക്ഷയിൽ അവർ പെട്ടുവെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള വലിയ പ്രതിഫലം അവർക്ക് നാളെ പരലോകത്ത് ഉണ്ടാകും. കാഫിറുകൾക്ക് ഇവിടെയും ശിക്ഷ, അവിടെയും ശിക്ഷ. ഒരു രാജ്യത്ത് കനത്ത ശിക്ഷ ഇങ്ങോട്ട് വന്നിട്ടാണ് നടപ്പിലാക്കുമ്പോൾ അതിൽ ആരൊക്കെ പെടും? ദുർബലരായ പാവങ്ങളായ കുഞ്ഞു കുട്ടികൾ പെടും, മുഅ്മിനീങ്ങൾ പെടും, സ്ത്രീകൾ പെടും, എല്ലാവരും പെടും. തെമ്മാടികൾ മാത്രമല്ല പെടുക. വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ, സൂറത്തുൽ അൻഫാൽ അല്ലാഹു പറയുന്നത്. വത്തഖൂ ഫിത്ന, നിങ്ങളൊരു ഫിത്നയെ പേടിക്കണേ. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ ളുൽമ് ചെയ്ത ആളുകളെ മാത്രമായിട്ടല്ല അത് ബാധിക്കുക. പേടുമ്പോൾ എല്ലാവരും പെടും. എന്നിട്ട് മുഅ്മിനീങ്ങൾ പെട്ടുപോയാൽ അതിന് പരലോകത്ത് അവർക്ക് അതിൻ്റെ വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അല്ലാത്തവർക്ക് ഇവിടെയും ശിക്ഷ തന്നെ. ഇവിടെ ശിക്ഷിച്ചുകൊണ്ട് അവിടെ കുറയുന്നില്ല, അവിടെയും കിട്ടും. അപ്പം അതാണ് ഇവിടെ റബ്ബ് പറയുന്നതാണ്. അതാണ് നമ്മൾ ആയത്തിലേക്ക് വീണ്ടും മടങ്ങാം. റബ്ബ് എന്താ പറയുന്നത്? ലൗ യുആഖിദുഹും, അവൻ അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷയെ അവൻ ധൃതിപ്പെട്ട് നൽകുമായിരുന്നു. എന്നാൽ റഹ്മാനായ റബ്ബ് അവരെ ഇങ്ങനെ നീട്ടിയിടുകയാണ്. ബല്ലഹും മൗഇദുൻ, എന്നാൽ അവർക്കവൻ ഒരു കൃത്യമായ നിശ്ചിതമായ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ലൈ യജിദൂ, അവർ കണ്ടെത്തുന്നതേ അല്ല, മിൻ ദൂനിഹി, അതിനെയും വിട്ട് അതിനെ കൂടാതെ മൗഇല, ഒരു രക്ഷാ അവലംബവും. ആ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ അവധി സമയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാവുന്ന ഒരു അവലംബ കേന്ദ്രം അവർക്ക് കിട്ടുന്നതേ അല്ല. കുടുങ്ങും.
എന്ന് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. വതിൽക്കൽ ഖുറാ, ആ നാട്ടുകാർ. ശരിക്കും ഖുറ എന്ന് പറഞ്ഞാൽ ഖറിയത്തിൻ്റെ ബഹുവചനാണ്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം, രാജ്യം, അതിൻ്റെ ബഹുവചനാണ് ഖുറ. ഖറിയത്തുൻ ജംഅ്, ബഹുവചനം ഖുറ. അതുകൊണ്ടാണ് മക്ക രാജ്യത്തിന് എന്തുകൂടി പേരുണ്ട്? ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ്, പട്ടണങ്ങളുടെ മാതാവ്, ഉമ്മുൽ ഖുറ, ഉമ്മുൽ ഖുറ. അപ്പോൾ തിൽക്കൽ ഖുറ, ആ നാടുകൾ. ആ നാടുകൾ എന്ന് പറഞ്ഞാൽ ആ നാടിനെയും ആ നാട്ടാരെയും എന്നർത്ഥം. അഹ്ലക്നാഹും, നാം അവരെ ശിക്ഷിച്ചു. ഇതൊക്കെ മക്കക്കാരോട് പറയല്ലേ, അള്ളാന്റെ റസൂൽ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണല്ലോ. ഈ ഖുറൈശി മുശ്രിക്കുകൾ കേൾക്കല്ലോ ഇതൊക്കെ. വതിൽക്കൽ ഖുറാ, ആ നാട്ടുകാർ, ആ രാജ്യങ്ങൾ. കണ്ട, ആ രാജ്യങ്ങൾ എന്ന് പറയാൻ കാരണം ഇത് കേൾക്കുന്ന മക്കക്കാര് അവര് ശിത്തായിലും സൈഫിലൊക്കെ യാത്ര പോകുന്നവരാ. മക്കക്കാരുടെ മെയിൻ വരുമാനം എന്തായിരുന്നു? ആ രാജ്യത്തൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. മക്കക്കാരുടെ ആകെ വരുമാനം എന്തായിരുന്നു? ബിസിനസ്സാണ്. ബിസിനസ് അവിടെ നിന്നും കൊണ്ടുള്ള ബിസിനസ് വളരെ കുറവാണ്. അവർ വലിയ നാടോടികളായിരുന്നു, യാത്രക്കാരായിരുന്നു. അവർ ഓരോ സീസണിൽ ഒരു ഭാഗത്തേക്ക് പോകും, വേറൊരു സീസൺ വരുമ്പോൾ വേറൊരു രാജ്യത്തേക്ക് പോകും. അത് 6 മാസം അങ്ങോട്ട് യാത്ര, 6 മാസം അങ്ങോട്ട് യാത്ര. ഇങ്ങനെ യാത്രയിലൂടെയാണ് അവർ അവരുടെ ഒരു കൊല്ലത്തേക്കുള്ള സമ്പാദ്യവും ജീവിത വിഭവങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നത്. അറേബ്യൻ ജനതയുടെ അവരുടെ അവസ്ഥ അതായിരുന്നു, സാമൂഹ്യ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. അതാണല്ലോ വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞതും, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ശിതായിലും സൈഫിലും അവരെന്ത് ചെയ്യുന്നു? യാത്ര പോകുന്നു. ഒരു യാത്രക്കാരാണ്. അപ്പം ഈ യാത്ര പോകുമ്പോൾ കിഴക്കും പടിഞ്ഞാറും അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോഴൊക്കെ ആ രാജ്യങ്ങളിലൊക്കെ അവർ കാണുന്നുണ്ട് ശിക്ഷിക്കപ്പെട്ട നാടുകൾ അവർ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർക്ക് നല്ല പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല വതിൽക്കൽ ഖുറ കണ്ട അവരോട്, ആ നാടുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാവും. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത പ്രളയം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവർ, ആദ് ഗോത്രം ഹൂദ് അലൈഹിസ്സലാമിൻ്റെ ജനത, സമൂദ് ഗോത്രം സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ജനത, ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മദിയൻ ഗോത്രം, ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സദൂം ഗോത്രം. ഇങ്ങനെ നശിപ്പിക്കപ്പെട്ടവരുടെ ചരിത്രങ്ങൾ എമ്പാടും അവരെ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമിൻ്റെ നാശമൊക്കെ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ ഗ്രാമങ്ങളെയൊക്കെ, ആ ഗ്രാമക്കാരെയൊക്കെ അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, നാം അവരെ നശിപ്പിച്ചു. അങ്ങനെയുള്ള ആ നാട്ടുകാരെയൊക്കെ നമ്മൾ നശിപ്പിച്ചു. എന്നിട്ടോ അല്ലാഹു പറയാണ്, ലപ്പോൾ ലമ്മാ ലലമൂ, അവർ ദുൽമ ചെയ്തപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ വെറുതെ പഠിച്ചോൻ അവരെ അനീതിയൊന്നും കാണിച്ചിട്ടില്ല. അവർ അക്രമികളായപ്പോൾ അവരെ നശിപ്പിച്ചു. ഇനി വജഅൽനാ, നാം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു, ലിമഹ്ലികിഹിം, അവരുടേതായ നാശത്തിന്, മൗഇദാ, ഒരു കൃത്യമായ സമയം. അവരുടെ നശീകരണത്തിന് ഒരു നിശ്ചിത സമയം അവൻ എന്ത് ചെയ്തിരിക്കും? നാം നിശ്ചയിച്ചിരിക്കുന്നു. മഹ്ലികിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ നശീകരണത്തിന് നാം നിശ്ചയിച്ചിരുന്നു. മൗഇദൻ, ഒരു കൃത്യമായ സമയം, ഒരു നിശ്ചിത സമയം. ആ സമയത്ത് അവർക്കും നടന്നിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഓരോ മനുഷ്യന്മാർക്കും, ഓരോ വ്യക്തിയാവട്ടെ, സമൂഹമാവട്ടെ, നാടാവട്ടെ, ഒക്കെ ഓരോരുത്തർക്കും ഒരു നാശം. അത് ഭൂമി പുറത്തുള്ള എല്ലാം നശിക്കുന്നതാണ്. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിക്കും. ഇതിനൊക്കെ ഓരോ സമയമുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും മരണം നമ്മുടെ ഖിയാമത്ത് തന്നെയാണ്. നമ്മുടെ മരണം നമ്മുടെ ഖിയാമത്താണ്. ഇതിൻ്റെ എല്ലാം കൂടെയുള്ള സമാപന ഖിയാമത്ത് ലോകത്തിൻ്റെ ആ അന്ത്യത്തോടുകൂടെ സംഭവിക്കും. അപ്പം ഈ വചനങ്ങളിലൂടെയൊക്കെ റഹ്മാനായ റബ്ബ് അവൻ്റെ വചനങ്ങളെ അവഗണിക്കുന്ന ആളുകൾക്കുണ്ടായ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ കുറേ പറഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കാതിരിക്കാൻ റബ്ബ് ഇതൊന്നും അറിയാത്തതാണ്, റബ്ബ് ഇതൊന്നും കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കാതിരിക്കാനും റഹ്മാനായ റബ്ബ് അവൻ്റെ പ്രത്യേകമായ വാത്സല്യം കാരണത്താൽ അവന് നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിതമായ അവധി ഓരോന്നിൻ്റെയും പര്യവസാനത്തിന് അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതാ സമയത്ത് നടക്കും. അതുവരെ അവനിങ്ങനെ അഴിച്ചിടുകയാണ്. ഈ അഴിച്ചിടുന്നത് കാണുമ്പോൾ
ആളുകൾക്ക് തോന്നും, നെകളിപ്പ് തോന്നും, ഞാൻ തരക്കേടില്ലാഞ്ഞിട്ടാണ് എന്നെ ഒന്നും ചെയ്യാത്തത്. അല്ല, അത് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നുള്ള നിലക്ക് ഇങ്ങനെ സൗകര്യം ചെയ്ത് തരികയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ദുൽമിലേക്ക് പോകുകയല്ല വേണ്ടത്. നമുക്ക് കിട്ടുന്ന ആയുസ്, നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന ആരോഗ്യം, ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയാം. അതുകൊണ്ടല്ലേ അള്ളാൻ്റെ റസൂല് പറഞ്ഞത്, നിനക്ക് ബിസി ആകുന്നതിൻ്റെ മുമ്പ് നിനക്ക് കിട്ടുന്ന ടൈം ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ. അനാരോഗ്യം ബാധിക്കുന്നതിൻ്റെ മുമ്പ് ആരോഗ്യാവസ്ഥയെ ശരിക്കും ചൂഷണം ചെയ്തോ എന്ന് പറഞ്ഞില്ലേ? നിന്റെ വാർദ്ധക്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ചെറുപ്പക്കാരാ. വാർദ്ധക്യം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിനക്ക് കിട്ടുന്ന നല്ല യൗവനം നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞില്ലേ? രോഗം വരുന്നത് പിന്നെ അതുപോലെ തന്നെ നീ മരിക്കുന്നതിൻ്റെ മുമ്പ് നിന്റെ ഹയാത്തിനെ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞില്ലേ? ഒക്കെ അള്ളാഹ് നമുക്ക് തരുന്ന അവസരങ്ങൾ വെച്ച് നീട്ടിത്തരികയാണ്. എന്നിട്ട് അതൊക്കെ തന്നിട്ടും നമ്മൾ അതിങ്ങനെ അലസമായി ഉപേക്ഷ വരുത്തിയിട്ട് അവസാനം മരണം വരുന്ന വേളയിൽ റബ്ബിർജിഊൻ, റബ്ബേ എന്നെ മടക്കിത്താ, ഞാൻ നന്നായിക്കോളാ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനമില്ല. മനുഷ്യൻ പേടിക്കുമ്പോൾ എല്ലാം വിളിച്ചു പറയും, ബേജാറാവുമ്പോൾ എല്ലാം മനുഷ്യൻ വിളിച്ചു പറയും. അതിനാട് രക്ഷപ്പെട്ടാലോ പിന്നെയും തോന്നിയാസിയായി മാറും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഇപ്പം എത്രയും സൂറത്തുൽ കഹ്ഫിലെ ഈ വചനങ്ങളിലൊക്കെ നമുക്കതാണ് പഠിപ്പിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രതിപാദന രീതികൾ, കാര്യങ്ങൾ മാറുകയാണ്. ഇനി മൂസാ അലൈഹി ഇസ്ലാമിൻ്റെയും ആ യാത്രയും അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് തുടർന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന വിശാലമായ വചനങ്ങൾ. അതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഈ വചനങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി നമ്മൾ നല്ലോണം നോക്കണം. നമ്മുടെ നിത്യജീവിതവുമായി എത്രത്തോളം ഈ വചനം കടപ്പെട്ടിരിക്കുന്നു, നമ്മളൊക്കെ എത്രത്തോളം റഹ്മാനായ റബ്ബ് നമുക്ക് തരുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടവരാണ്, ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല തുടങ്ങിയ ഒരുപാട് സന്ദേശങ്ങളാണ് നമുക്കിതിൽ നൽകിയിട്ടുള്ളത്. റബ്ബൊക്കെ നമ്മളെ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു ഒക്കെ ഉണ്ട്. എന്നിട്ടും അള്ളാഹു നമ്മളോടുള്ള അവൻ്റെ ആ ഒരു പ്രത്യേകമായ അവൻ്റെ ക്ഷമ, അവൻ്റെ സഹനം, അവൻ്റെ വിട്ടുവീഴ്ചയൊക്കെ കാരണത്താലാണ് നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. റബ്ബിൻ്റെ ഔദാര്യത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. റബ്ബിനോട് നമ്മൾ ഏറെ കടമപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ ഓരോ വെള്ളിയാഴ്ചയും നമ്മളിത് പാരായണം ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ ഇത് അറിയിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ സൂറത്തുൽ കഹ്ഫ് പഠിക്കുന്നതിൻ്റെ മുമ്പ് വെള്ളിയാഴ്ച ഇത് പാരായണം ചെയ്യുന്നതും ഇപ്പം നിങ്ങൾ പാരായണം ചെയ്യുന്നതും തമ്മിൽ നല്ല മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്ന് ഞാൻ ഉറപ്പിക്കണം. ഉണ്ടാവാതിരിക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് തട്ടുന്നുണ്ടാകും ഇപ്പോൾ കുറച്ച് കൂടുതൽ. മറ്റേ നമ്മളങ്ങനെ ഓതി പോകുന്നുണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ വചനങ്ങൾ ഇങ്ങനെ ഓതുമ്പോൾ അത് നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിനോട് ആ വചനങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്, റബ്ബ് നമ്മളോട് സംവദിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാകും. അത് തന്നെയാണ് ഈ പഠനത്തിൻ്റെ പ്രത്യേകതയും. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വചനങ്ങളിൽ പറഞ്ഞ അതീവ ഗൗരവമായ വിഷയങ്ങൾ നമ്മുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് നാഫിയായ ഇൽമിനെ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين.